ഹലോ ഹായ് നമസ്കാരം. ഹാപ്പി ഓണം എന്ന് കോൺടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നൊന്നല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ അയക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലെഫ്റ്റ് സിനിമയിൽ വട്ട് ചെയ്യാൻ പറഞ്ഞ പോലെ ഇതൊക്കെ തന്നെ എൻ്റെ ഓണം എന്ന് പറയുന്ന പോലെ ഓരോ വെള്ളിയാഴ്ചയും എന്നെയൊക്കെ സംബന്ധിച്ച് ഓണമാണ്. കാരണം വെള്ളിയാഴ്ച ദിവസങ്ങൾ തിയേറ്ററിൽ റിലീസ്, ഒരുപാട് ആളുകളുടെ കൂടെ ഇരുന്ന് പുതിയ സിനിമകൾ കാണുക, പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു വളരെ സന്തോഷമുള്ള ആഘോഷം നിറഞ്ഞിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് ആഘോഷ ദിവസങ്ങളിൽ സംഭവിക്കുമ്പോൾ കുറച്ചുകൂടി സ്പെഷ്യലാണ്. പ്രത്യേകിച്ച് ഓണം റിലീസുകൾ, അല്ലെങ്കിൽ ക്രിസ്മസ് റിലീസുകൾ, വെക്കേഷൻ സമയത്ത് വരുന്ന റിലീസുകൾ, ന്യൂ ഇയറിനടുത്ത് അടുപ്പിച്ച് വരുന്ന ഇത്തരം റിലീസുകൾ എന്ന് പറയുന്നത് വാണിജ്യപരമായും കുറച്ചുകൂടി നേട്ടം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രി മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും അങ്ങനെ വിജയ ചിത്രങ്ങളുടെ എണ്ണം കൂടിയേ പറ്റുള്ളൂ. എന്തായാലും ഇത്തവണത്തെ ഓണം റിലീസുകളൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഓൾമോസ്റ്റ് 4 സിനിമകളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആ സിനിമകൾ ഉൾപ്പെടെ ഇത്തവണ ഓണത്തിന് തിയേറ്ററിൽ പോയി കാണാനുള്ളൊരു ത്രില്ല് എന്നിൽ ഉണ്ടാക്കിയ സിനിമകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഓണത്തിന് റിലീസാവുന്ന എല്ലാ സിനിമകളെയും കുറിച്ചുള്ള വീഡിയോ അല്ല ഇത്. എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഉള്ള സിനിമ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം ചെയ്യാമോ? ഇപ്രാവശ്യം ഓണത്തിന് നിങ്ങൾ ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തോ. എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത്തവണത്തെ ഓണത്തിന് ഞാൻ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ARM എന്ന് പറയേണ്ടതാണ്. സ്വാഭാവികമായും ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണത്. അതിൻ്റെ ഓരോ അപ്ഡേറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഓണത്തിന് റിലീസാവുന്ന സിനിമകളിൽ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ കൂടി ഒരു ഗംഭീര സിനിമ അനുഭവം, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസിലൂടെയുള്ള ഒരു ഗംഭീര അനുഭവം സമ്മാനിക്കും എന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നത് കിഷ്കിന്ധാ കാണ്ഡം എന്ന സിനിമയാണ്. അതിൻ്റെ ടീസർ റിയാക്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെയിലർ റിയാക്ഷൻ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ടീസർ റിയാക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് ഒരു വൻ പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് ആ പടത്തിന്. പോസിറ്റീവ് വൈബ് എന്ന് പറഞ്ഞാൽ സിനിമ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതല്ല, ഒരു ഗംഭീര സിനിമ അനുഭവം കാത്തിരിക്കുന്നു എന്ന് പറയുന്ന അതെന്നെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഫീലാണ്. എടുത്തു പറയേണ്ടത് അതിൻ്റെ ട്രെയിലറും കൂടി കണ്ടു കഴിയുമ്പോൾ കിഡിലോസ്കി വിഷ്വൽസാണ്, ഗംഭീര വിഷ്വൽസാണ് ആ സിനിമയിലുള്ളത്. കാടാണ് കൂടുതലും നമ്മൾ കാണുന്നത്. അതുപോലെ വ്യക്തികളും അവരുടെ വീടും ചുറ്റുപാടും ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോൾ വിഷ്വലിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. അത്രയും രസമായിട്ട്, അത്രയും ഡെപ്ത്ത്, നല്ല കളറിങ് ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഫീലാണ്. അത് തിയേറ്ററിൽ വലിയൊരു സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ആൻഡ് അതിൻ്റെ ഓഡിയോ സൈഡ് അവർ ചെയ്തിരിക്കുന്നതും രസമായിട്ട് ഫീൽ ചെയ്തു. അതായത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന അത്രയും കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഫയലിൽ നിന്നുള്ള റെസ്പോൺസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. ഒരു അച്ഛൻ മകൻ ബോണ്ടിങ്ങിൻ്റെ ഒരു വേറെ തലത്തിൽ നിൽക്കുന്നു നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളുണ്ടെന്ന് തോന്നുന്നു. ആസിഫ് അലി അത് ഗംഭീരമായിട്ട് ചെയ്യും. കാരണം ഒഴിമുറി എന്ന് പറയുന്ന സിനിമയിൽ അതിൻ്റെ ഒരു തിളക്കം ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ സിനിമയിൽ ഇതിൻ്റെ ട്രെയിലറിലാണെങ്കിലും അപ്പുറത്തെ മുറിയിലുള്ളത് എൻ്റെ അച്ഛനാണ് എന്ന് പറയുമ്പോൾ ആസിഫിൻ്റെ ശബ്ദത്തിൽ വരുന്നൊരു സാധനമൊക്കെ ഉണ്ട്. അത് അപാരമാണ്. ആ പെർഫോമൻസ് കാണാൻ വേണ്ടി അത്രയും പെർഫോമേഴ്സ് ഉണ്ട്. ആസിഫ് ഉണ്ട്, അപർണയുണ്ട്, വിജയരാഘവൻ ഉണ്ട്. വിജയരാഘവനാണ് ഈ സിനിമയിൽ ഏറ്റവും അവസാനം കൈയടി വാങ്ങുക, അല്ലെങ്കിൽ മുഴുവൻ കൈയടി അങ്ങനെ വീട്ടിൽ കൊണ്ടുപോകുന്നുള്ളതൊക്കെയാണ് ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. കാര്യം ഇങ്ങനെ ട്രെയിലറിൽ നമ്മൾ കാണുമ്പോഴാണെങ്കിലും അധികം സംസാരിക്കുന്നത് കാണുന്നില്ല. അപ്പം സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് പഞ്ചായിരിക്കും. ആൻഡ് ഈ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമ റൺ ചെയ്യുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതിനോടൊപ്പം കുരങ്ങുകൾ, പിന്നെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നൊക്കെ പറയുന്ന പോലത്തെ കുറച്ച് എലമെൻറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ ആമസോൺ പ്രൈമിലൊക്കെ ചില സമയത്ത് കാണുന്ന കണ്ട് തരിച്ചിരുന്ന് പോകുന്ന സിനിമ സീരീസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലുണ്ട് അതിന്. സൂപ്പർ ഹിറ്റ് ആകുമോ, മെഗാ ജിഗാ ഹിറ്റ് ആകുമോ, കോടികൾ കളക്ട് ചെയ്യുമോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇത്തവണ ഓണം സിനിമകളെല്ലാം എല്ലാവരും കണ്ടു തീരുമ്പോൾ മനസ്സിലിങ്ങനെ നല്ലോണം തങ്ങി നിൽക്കുന്ന ഒരു സിനിമ അനുഭവമായിട്ട് മാറാൻ കിഷ്കിന്ധാ കാണ്ഡത്തിന് കഴിയും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു സിനിമ, അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഓണത്തിന് റിലീസായിരിക്കുന്ന ഈ സിനിമകളൊക്കെ കണ്ട് നമ്മൾ കുടുംബമായിട്ട് ആഘോഷിക്കുകയൊക്കെ വേണം. പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ സിനിമാ സ്നേഹിയല്ലേ, അയാളെ അത്ഭുതപ്പെടുത്താൻ പറ്റുന്നൊരു സിനിമ തുമ്പാട് എന്ന് പറയുന്ന സിനിമ കുറേ വർഷങ്ങൾക്ക് മുമ്പ് റിലീസായതാണ്. ഓൾമോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് റിലീസ് ചെയ്യുകയാണ്. അതിൻ്റെ സാധാ എക്സ്പീരിയൻസ് തന്നെ ഹെവിയാണ്. അപ്പോൾ അത് തിയേറ്ററിൽ കണ്ടാലുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അതൊരു മാരകയറ്റമായിരിക്കും. അത് പറ്റുകയാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. എറണാകുളത്ത് റിലീസ് കാണിക്കുന്നുണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങളിലെ കാര്യം എനിക്കറിയില്ല. തിയേറ്ററിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. അടുത്തത് ഇത്തവണ റിലീസിനെത്തുന്ന സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ വിജയചിത്രമാകും എന്ന് മനസ്സുകൊണ്ടൊരാഗ്രഹം കൂടിയുള്ള സിനിമ എന്ന് പറയുന്നത് ARM ആണ്. അജയൻ്റെ രണ്ടാം മോഷണം. ടൊവിനോ തോമസ് നായകനാവുന്ന സിനിമയാണ്. വിവിധ ഭാഷകളിൽ നിന്നായി നായികമാരുണ്ട് ആ സിനിമയിൽ. സുരഭി ലക്ഷ്മി ഉണ്ട്, ഐശ്വര്യ രാജേഷ് ഉണ്ട്, കൃതി ഷെട്ടിയുണ്ട്, പിന്നെ വേറെയും നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള മുഖങ്ങളെയൊക്കെ നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ കഥയാണ് ഇതിനോട് കൂടുതൽ അട്രാക്ഷൻ ഫീൽ ചെയ്യാൻ ആദ്യം എനിക്കുണ്ടായ ഒരു കാരണം. ഞാനിതിൻ്റെ ഒരു ടീസർ ഡീകോഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെയിലർ വന്നപ്പോൾ ഡീകോഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു 2-3 ആവർത്തി കണ്ടു കഴിഞ്ഞപ്പോൾ
എനിക്കിത് കുറച്ച് സ്ട്രെയിറ്റ് ഒരു കഥ പോലെയൊക്കെ തോന്നി. അതായത് ഈ ചിയോതിക്കാവിലെ വിളക്ക് എന്ന് പറയുന്ന ഒരു കാര്യം, അമൂല്യമായിട്ടുള്ളൊരു കാര്യം, അത് പ്രൊട്ടക്റ്റ് ചെയ്ത ഒരാളുണ്ടാവും, ഹൈഡ് ചെയ്ത ആളുണ്ടാവും, അതിനെ പുറത്തു കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ടതുപോലെ ഒരു പുതുതലമുറയിൽ ആളുണ്ടാവും എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് കൃതി ഷെട്ടിയുടെ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്, മണിയനെ പോലൊരു കള്ളന് എത്തിപ്പെടാൻ പറ്റുന്ന വേറെയും സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ എന്ന്. അപ്പം ഈ അജയൻ എന്ന് പറയുന്ന ആൾ എന്തോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പക്ഷേ മണിയൻ ഒളിപ്പിച്ച് വെച്ച എന്തോ ഒന്ന്, മണിയൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഒളിപ്പിച്ച എന്ന് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു എക്സ്ക്ലൂസീവ് ഫാക്ടർ ഈ സിനിമയെ സംബന്ധിച്ച് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വിജയുടെ, രജനീകാന്തിൻ്റെ ഒക്കെ സിനിമകൾ, തമിഴിൽ നിന്ന് വരുന്ന അങ്ങനത്തെ സിനിമകളൊക്കെ എടുക്കും, മാസ് മസാല സിനിമകൾ ഡീകോഡ് ചെയ്യാനിരിക്കുമ്പോൾ അത്ര വലിയ കുഴപ്പമില്ല. കാര്യം അത് അതിൻ്റെ മുഴുവൻ കഥ അറിഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ നമ്മളിരിക്കും. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ച് ഇതിൻ്റെ കഥയ്ക്ക് അതിമാരകമായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി. ചിയോതിക്കാവിലെ രഹസ്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നി. അപ്പോൾ അതിലേക്ക് ഒത്തിരി ഡീപ്പായിട്ട് ഇറങ്ങണ്ട എന്ന് തോന്നിയതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ട്രെയിലർ ഡീകോഡിങ്ങിന് ഞാൻ മെനക്കെട്ടിരിക്കാൻ. എനിക്കും അത് അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സിൽ അനുഭവിക്കണമെന്നുണ്ട്. ഒരു നാടോടി കഥയുടെ ഫീലോടുകൂടി ഒരു അമ്മൂമ്മ കൊച്ചുമകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുടെ ആ കുട്ടി അത് കേൾക്കുന്ന കൗതുകത്തിൽ നമുക്ക് ആ സിനിമ കാണാൻ പറ്റുകയാണെങ്കിൽ അത് ഗംഭീരമല്ല. പിന്നെ ഇതിൻ്റെ വിഷ്വൽസ് ഒരു രക്ഷയില്ല. അത് ട്രെയിലർ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. ആൻഡ് ഇതിൻ്റെ ഓഡിയോ, ആ ഒരു മ്യൂസിക് മിക്സും കാര്യങ്ങളൊക്കെ പൊളിയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമയുടെ 3D പ്രിൻ്റ് കാണാനുള്ള എന്തോ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇന്ന് രാവിലെ തൊട്ട് കുറേ കാര്യങ്ങൾ, കുറേ കൺഫ്യൂഷൻസ് എയറിലുണ്ടായിരുന്നു. കുറേ ആളുകൾ ഗ്രൂപ്പുകളിലും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ 3D ബുക്ക് ചെയ്തവർക്ക് കാണാൻ പറ്റില്ല, കാണാൻ പറ്റുമോ, ഇനി 3D പ്രിൻറ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ, വരുമോ, ലേറ്റ് ആകുമോ, അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അവർ സോർട്ട് ഔട്ട് ചെയ്തു എന്നുള്ളതാണ് അവരുടെ ഇതുവരെയുള്ള അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ആൻഡ് 3D ബുക്കിങ്സ് ഇപ്പോൾ കാണിക്കുന്നുമുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും കുഴപ്പം വന്നാലോ എന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് കാണാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ARM തന്നെയാണ്. അത് കാണാനുള്ള കൗതുകവും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ സ്പോയിലർ ഏതെങ്കിലും ഒരുത്തൻ്റെ വായിൽ നിന്ന് വരുന്നതിന് മുമ്പേ തന്നെ ഈ സിനിമ കാണണമെന്നുള്ളൊരാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് 10 മണിക്ക് 3D ബുക്ക് ചെയ്തിട്ടുണ്ട്, 12 മണിക്ക് 2D ബുക്ക് ചെയ്തിട്ടുണ്ട്. അഥവാ 3D എങ്ങാനും മിസ്സാവുകയാണെങ്കിൽ 2D ആണെങ്കിൽ എനിക്കിത് എന്തായാലും കാണണം. ആ ഒരു കൊതിയോടെ കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം. അടുത്ത പടം ഇത്തവണത്തെ ഒരു ഷുവർ ഷോട്ട് വിജയ സാധ്യതയുള്ള സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടൽ എന്ന സിനിമയാണ്. അതിൻ്റെ പ്രൊഡ്യൂസർ അവർ തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ ഓണം വിന്നറിനെ ക്രിയേറ്റ് ചെയ്തത്. RDXൻ്റെ പ്രൊഡ്യൂസർ, മിന്നൽ മുരളിയുടെ പ്രൊഡ്യൂസർ സോഫിയ പോൾ. ആൻഡ് പെപ്പയുടെ ഇടി ലോകപ്രശസ്തമാണ് എന്ന് പറയുന്ന പോലെ പെപ്പയുടെ ഇടിപ്പടങ്ങൾ എന്ന് പറയുന്നത് അതിനൊരു വലിയ ഫാൻ ബേസ് ഉണ്ട്. അങ്ങേര് ചെയ്യുമ്പോൾ നമുക്കതങ്ങ് വിശ്വസിക്കാൻ തോന്നും. അത്രയും രസമാണ് പുള്ളിയുടെ ഇടി കാണാൻ വേണ്ടിയിട്ട്. ആ ഇടിയുടെ കൂടെ ഈ കടലിൻ്റെ ഒരു റോ നേച്ചറുണ്ട്. അതായത് അതിനെ ഫിൽറ്റർ ചെയ്ത് ഭംഗിയാക്കി സുന്ദരമാക്കി എന്ന് പറയുന്നതല്ല, കടലിന് അതിൻ്റെ ഏറ്റവും പരുഷമായിട്ടുള്ളൊരു ഫേസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ജീവൻ മരണ പോരാട്ടമേ ഉള്ളൂ. കടലിൻ്റെ നടുക്കെത്തിപ്പെടുന്ന ഒരാൾക്ക് അതേ ഉള്ളൂ. അവിടെ ഇത് രണ്ടും അല്ലാതെ നമുക്ക് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് കുറേ നാൾ പോകാം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത്രയും റോ ആയിട്ടുള്ള കടൽ എന്ന് പറയുന്ന ഒരു വലിയ ക്യാൻവാസിലേക്ക് പെപ്പെ എന്ന് പറയുന്ന റോ ഇടിയുടെ ഒരു മച്ചാൻ വരികയാണ്. അപ്പോൾ അത് അവർ ചേർത്ത് വെച്ചിരിക്കുന്നത് അതൊരു ഗംഭീര കോമ്പിനേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിലെ കുറേ ട്രെയിലറിലെ കുറച്ച് സീനുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അടിത്തട്ട് എന്ന് പറയുന്ന സിനിമയൊക്കെ ആയിട്ട് കുറച്ചൊരു സാദൃശ്യം പോലെ തോന്നി. കടലിനെ അവർ ക്യാപ്ചർ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ഗംഭീര സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, പ്രത്യേകിച്ച് തിയേറ്ററിൽ. അത് OTTയിൽ കാണുമ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ഇരിക്കുന്നൊന്നും എനിക്കറിയില്ല. തിയേറ്ററിൽ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ കടലിനെ റോ ആയിട്ട് കാണിക്കുക. പിന്നെ സ്രാവും പെപ്പയായിട്ടുള്ള ഫൈറ്റൊക്കെ ഉണ്ട്. ഇയാൾക്ക് നാട്ടിലുള്ളവരെയൊക്കെ ഫൈറ്റ് ചെയ്ത് കൊതി തീർന്നിട്ടാണോ ഇനി സ്രാവിനെ പിടിക്കാൻ പോയതെന്ന് നമുക്ക് തോന്നുന്നത് പോലെ. മ്യൂസിക് അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ മാരകമായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം ആ ട്രെയിലർ തുടങ്ങുമ്പോണ്ടല്ലോ നൈസായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ആ നൈസ് സാധനത്തിലും ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യാൻ മ്യൂസിക് ഡയറക്ടർ പറ്റുന്നുണ്ട്. സാം സിയസിൻ്റെ മ്യൂസിക്കാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ വിഷ്വൽസ്, ഫൈറ്റ് ട്രെയിലറിൽ കണ്ടതൊക്കെ വെച്ചിട്ട് പൊളപ്പൻ സാധനമായിരിക്കും. ഇതിൻ്റെ ഫസ്റ്റ് തിയേറ്ററിലൊക്കെ കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പെപ്പ ഇങ്ങനെ ചാടി ഇടിക്കാൻ വരുന്നത് വെച്ചിട്ട് കൊണ്ടലിന് കാണിക്കുന്ന അതിൽ തന്നെ ഉണ്ടായിരുന്നു ഈ പറയുന്ന എക്സ്പെക്റ്റേഷൻസ് എല്ലാം ഫീൽ ചെയ്യാനുള്ളൊരു ഐറ്റം. അങ്ങനെ മൊത്തത്തിൽ ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പിന്നെ അതിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്ബി ഷെട്ടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ടർബോ ഒഴിച്ച് എനിക്ക് മാരക പെർഫോമൻസുകളുള്ള സിനിമയായിരുന്നു. അപ്പം ഈ സിനിമയും പുള്ളി തകർക്കും, അഴിഞ്ഞാടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പുള്ളിക്ക് അധികം റോൾ ഇല്ലെന്ന് തോന്നുന്നു സിനിമയിൽ, കുറച്ച് സ്പേസേ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ അങ്ങേർക്ക് അതൊക്കെ മതി. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഒരു ഓണം വിന്നറായി മാറാനുള്ള എലമെൻറ്റ്സ് ഉണ്ടെന്ന് ഫീൽ ചെയ്തൊരു പടമാണ്. അടുത്ത പടം ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയാണ്. ഒമർ ലുലു സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുള്ളത് കളർ പേപ്പറിനാണ് എന്നുള്ളതാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഫുൾ പേർപ്പസ് ഇങ്ങനെ
പേപ്പർ കളറുകൾ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. അതുപോലെ തന്നെ ആ മ്യൂസിക്കും അങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തായി പോകുന്ന പോലെ, അല്ലെങ്കിൽ കുറേ നേരം ആ മ്യൂസിക് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പോലെ, അങ്ങനെ നല്ല രസമുള്ള ഒരു ബീറ്റാണ് ആ ട്രെയിലറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയായിരിക്കും ഈ സിനിമയിലെ പ്രധാനപ്പെട്ട സീക്വൻസുകളിലും ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. റഹ്മാൻ എനിക്ക് ഈ സ്ക്രീനിൽ ആസ് എ ഹീറോ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇതര ഭാഷകളിലേക്കുള്ള ഒരു പ്രയാണം നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മലയാളത്തിലെ ഒരു സൂപ്പർ താര പദവിയിലേക്ക് വരാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ആൻഡ് ആസ് ആൻ ആക്ടർ, ആസ് എ ഷോമാൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മാസ് ഹീറോ എന്നുള്ള സംഭവമൊക്കെ കൊടുക്കാൻ പറ്റിയ എന്തൊക്കെയോ എലമെൻറ്റുകൾ പുള്ളിയിലുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ, പല സിനിമകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. ഈ രാജമാണിക്യത്തിലൊക്കെ കുറച്ച് സമയം കൊടുത്തിട്ടുള്ളെങ്കിലും പയ്യൻ കയറി പെരുത്ത് കേട്ടാന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അപ്പം അതിനെ നന്നായി ഉപയോഗിക്കാൻ ഒമർ ലുലുവിന് പറ്റുകയാണെങ്കിൽ, പിന്നെ ഒമർ ലുലുവിൻ്റെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒമർ ലുലുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ പലതും, അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ചിലതും എനിക്ക് അസഹനീയമായ, അല്ലെങ്കിൽ എനിക്കങ്ങനെ യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ ഇട്ടിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ തന്ന് അങ്ങനത്തെ കുറച്ച് നല്ല ബന്ധങ്ങളും പുള്ളിയായിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നൊരു കാര്യം, പുള്ളി അത് ക്രാഫ്റ്റ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നൊരു കാര്യം ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഹാപ്പി വെഡ്ഡിങ് പോലൊരു സിനിമ അത്രയും വലിയൊരു വിജയമായിട്ടൊക്കെ മാറിയത്. പിന്നീട് ഒരുപാട് കുറ്റങ്ങളൊക്കെ കേട്ടെങ്കിലും ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു ക്രൗഡിനെ കയ്യിലെടുക്കാൻ ആ സിനിമയ്ക്ക് പറ്റി എന്നുള്ളതാണ്. അതുപോലെ ഇത്തവണയും അത് ആവർത്തിക്കുകയാണെങ്കിൽ ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഫുൾ ഫണ്ണായിട്ട് നമുക്ക് ചുമ്മാ കൈയടിച്ച് ജോളിയായിട്ട് കാണാവുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു മൂടി തന്നെയായിരിക്കും ഞാൻ കാണാനും പോകുന്നത്. പിന്നെ ഒരുപാട് സ്പൂഫ് ചെയ്യാൻ സാധ്യതയുള്ള, അതായത് ഇതിനു മുമ്പ് പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള ചില ക്യാരക്ടേഴ്സിനെ അതേ അഭിനേതാക്കൾ തന്നെ വന്ന് അതിനെ ഒന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് രസകരമായി അവതരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശങ്ങളും ഫീൽ ചെയ്തു. പിന്നെ ഒരുപാട് സിനിമ റെഫറൻസുകൾ വരുന്നത് കണ്ടു. ഇപ്പം ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ കുറേ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം രസമായിട്ടുള്ളൊരു പടമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അങ്ങനെ ഇത്രയും സിനിമകളാണ് ഈ ഓണക്കാലത്ത് തിയേറ്ററിൽ പോയി കാണണം എന്നൊരാഗ്രഹം ട്രെയിലറുകൾ കൊണ്ട് എന്നിലുണ്ടാക്കിയത്. ഇനി നിങ്ങൾ ഒരിക്കൽ കൂടി പറയും, ഇത്തവണ ഓണത്തിന് ഏറ്റവും അധികം നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, കാണാൻ കൊതിച്ചിരിക്കുന്ന സിനിമ ഏതാണ്? താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.